വ്യവസായ നയത്തിൽ കേരളത്തെ പുകഴ്ത്തിയ ശശി തരൂരിന്റെ ലേഖനത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ തരൂരിന്റെ നിലപാട് കെപിസിസി നേതൃത്വം തള്ളി. എന്നാൽ നിലപാട് തിരുത്തില്ലെന്നും നല്ലത് കണ്ടാൽ അഭിനന്ദിക്കുക തന്റെ ശീലമാണെന്നുമാണ് തരൂരിന്റെ മറുപടി. തരൂരിന്റെ പുകഴ്ത്തൽ സർക്കാരും നേട്ടമാക്കുകയാണ്. സർക്കാരിന്റെ വ്യവസായ നയങ്ങളെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് എംപി ഇടത് സർക്കാരിനെ പുകഴ്ത്തുകയാണ്. പ്രതിപക്ഷത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയ തരൂരിന്റെ നിലപാട് കോൺഗ്രസ് നേതൃത്വം തള്ളി. കടുത്ത ഭാഷയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളുടെ മറുപടി. ശശി തരൂരി ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ. ഈ തരൂരിന്റെ ലേഖനം കണ്ടായിരുന്നു. പാർട്ടി നേതാക്കൾ ഒന്നടക്കം രംഗത്തെത്തിയിട്ടും നിലപാടിൽ മാറ്റമില്ലെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി. അതാണ് എൻ്റെ രീതി, നിങ്ങൾക്കറിയാം. ഇത് ഞാൻ ആദ്യം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് വായിക്കുമ്പോഴാണ് ഞെട്ടിയിട്ടത് കണ്ടത്. ഇത് സർക്കാരിൻ്റെ ഒരു ഹാൻഡ് ഔട്ട് ആയിട്ടല്ല ഞാൻ കണ്ടത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ഈ സ്റ്റാർട്ടപ്സിൻ്റെ വാല്യുവേഷൻ നോക്കിയിട്ടും ഹഡൽ ഗ്ലോബൽ തിരുവനന്തപുരത്ത് ബീച്ചിൽ സംഭവിച്ചപ്പോൾ അവിടെ പങ്കെടുത്തിട്ടും ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു നല്ല കാര്യമാണ്. കോൺഗ്രസ് നേതാക്കളുടെ കടുത്ത വിമർശനം ചൂണ്ടിക്കാട്ടിയപ്പോൾ മറുപടി ഇങ്ങനെ: എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ ചൂണ്ടിക്കാണിക്കാം. എല്ലാറ്റിൻ്റെയും ആ റിപ്പോർട്ട്സായി അഥവാ ആ റിപ്പോർട്ടിൽ വല്ല കുറ്റമുണ്ടെങ്കിൽ നമ്മൾ തർക്കിക്കണം. പ്രതിപക്ഷ നിരയിലെ പ്രമുഖന്റെ പുകഴ്ത്തൽ സർക്കാരിന് ആയുധമാണ്. വ്യവസായ സ്ഥാപനങ്ങൾ കേരളം വിടുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിന്റെ മുനയൊടിക്കാൻ സർക്കാർ ഇത് ഉപയോഗിക്കും. നാടിന്റെ വികസനം ചില മേഖലകളിൽ വലിയ തോതിലുണ്ടായിരിക്കുന്നു. അത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകത്തക്ക രീതിയിലുള്ള വികസനമാണ് എന്നത് വസ്തുതകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ജനപ്രതിനിധി വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയിൽ വളരെ ആവേശകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉള്ള വസ്തുതകളെ തുറന്നു കാണിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ലേഖനത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശംസ കേരളത്തിനാകെ അവകാശപ്പെട്ടതാണ്. മുമ്പും ഭിന്ന നിലപാടുകൾ സ്വീകരിച്ച് ശശി തരൂർ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മോദിയുടെ അമേരിക്കൻ യാത്രയിലും തരൂർ സ്വീകരിച്ച വ്യത്യസ്ത നിലപാട് ദേശീയതലത്തിലും ചർച്ചയാണ്. തരൂരിന്റെ ലേഖനത്തിനെതിരെ കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഇടപെടട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.